ഞങ്ങളുടെ വലയെല്ലാം കീറിപ്പോയി. എന്ന് പറയുമ്പോൾ ഉടക്കി പിടിച്ച് കീറിപ്പോയത്. ഒരു പന്തലൊക്കെ കെട്ടി ഉൾത്തമ്പലത്തിൻ്റെ കിഴക്കുശം കൊണ്ടുവന്ന് വലയിറക്കി വല മാട്ടുന്ന പണി നടത്തുന്നിരിക്കുകയാണ്. നല്ല രീതിയിൽ വല പോയി. കൈക്കാശ് മുതലാളിമാരെ നിന്ന് പോകുന്ന ലക്ഷണമല്ല, കൈക്കാശ് പോയിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് കുറേ അധികം വല പുതിയത് മാട്ടി കയറ്റുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ വല മാട്ടുന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്ന ഈ മാട്ടുന്നതൊക്കെ എന്ന് പറയുമ്പോൾ പുതിയ വല വേറെ വെച്ചുകൊണ്ട് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് കീറിപ്പോയ വലയ്ക്ക് പകരം വെക്കുന്ന വലയാണ് പുതിയത്. അതുപോലെ ചീത്തയായ വല വെട്ടിമാറി വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്ന് ഇറങ്ങുന്ന ലക്ഷണമുണ്ട്. ഇങ്ങനെ വല വാട്ടുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തോലും 2 ദിവസത്തേക്ക് വള്ളം പണിക്കുവാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് പണിയില്ല. 2-3 ദിവസമായിട്ട് പണിയില്ലാതിരിക്കുകയാണ്. വല പോയത് കാരണവും വലപ്പണി നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ മാർഗ്ഗമില്ല. പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് വള്ളം. ഈ നമ്മൾ മീൻ പിടിച്ചുകൊണ്ട് വരുന്നതും മറ്റുള്ള ഭാഗങ്ങളുടെ കുറേ വീഡിയോകളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്, അത് കാണുന്നു. അതുപോലെ ഇതും ഇതിൻ്റെ അകത്ത് ഭാഗമാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കയ്യിൽ നിന്ന് കാശ് പോകുന്ന കുറേ പരിപാടികളുണ്ട്. ഇതിനകത്ത് മത്സ്യത്തൊഴിലായിട്ടുള്ളവർക്കും അതിൻ്റെ ഉടമകൾക്കും കയ്യിൽ നിന്ന് പൈസ പോകുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇതുപോലെ വല നഷ്ടപ്പെടുന്നതും വള്ളത്തിന് എന്തെങ്കിലും പണി വരുന്നതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 10-40 കുടുംബക്കാർക്ക് പണിയും ഇല്ലാതാകും. അതുപോലെ മുതലാളിമാർക്ക് എന്ന് പറയുമ്പോൾ കയ്യിൽ കാശുണ്ടെങ്കിൽ ആ കാശ് നഷ്ടപ്പെടുകയും ചെയ്യും. ഈ കാശ് കയ്യിൽ നിന്ന് പോകുന്നൊരു പരിപാടിയാണ്. നല്ല രീതിയിൽ കാശ് കിട്ടുന്നതും ഈ മീൻ പിടിക്കുന്ന മാത്രമല്ലാതെ നമ്മുടെ ആയിട്ടുള്ള കുറേ അധികം വിഷമകരമായ ഭാഗങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ കാണിക്കാതെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുക്കുന്നത്. നമുക്ക് ഈ വല മാട്ടുന്നവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം നമ്മൾ വള്ളത്തിൽ തന്നെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് അയിലയൊക്കെ ഇട്ടിട്ടുണ്ട്. അയിലയും കൊഴുവ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വള്ളത്തിൽ കിട്ടിയ മീനല്ല, ഈ ബോട്ടുകാർ കൊണ്ടുവന്നിട്ട് അവർ നമുക്ക് തന്നതാണ്. അവർ തന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കറി വെച്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ അവരുടെ പോയി മേടിച്ച മീനാണ്. അത് പാചകം ചെയ്യുന്ന കുറച്ച് ഭാഗം കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ വള്ളത്തിലെ ഒരു സ്റ്റാഫും ഉടമയുമാണ് ഈ പാചകം ചെയ്യുന്നത്. വിജേഷ് എന്നാണ് ആളുടെ പേര്. ആൾ നല്ലൊരു കുക്കാണ്. മിക്കവാറും നമുക്ക് എല്ലാ ഭക്ഷണങ്ങളും റെഡിയാക്കി തരുന്ന ആൾ തന്നെയാണ്. വള്ളം പണിക്ക് പോകുന്ന സമയത്തും അല്ലാതെ ഇങ്ങനത്തെ അവസ്ഥ വന്നാലും ഭക്ഷണം ശരിയാക്കി തരും. മീൻ വെട്ടി കഴുകി കൊണ്ട് വെച്ചിരിക്കുന്നു. ബോട്ടുകാരുടെ മീനാണിത്. നമ്മുടെ വള്ളത്തിൽ കിട്ടിയതല്ല. വള്ളത്തിലും ഈ അയിലൊക്കെ കിട്ടുന്നതാണ്. നമ്മൾ പണിക്ക് പോകാത്തതുകൊണ്ട് നമുക്ക് മീൻ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ബോട്ടുകാരുടെ ഇത് നമ്മൾ മേടിച്ചതാണ്. അതുപോലെ നമ്മുടെ ഈ വല പണിയുന്നവരെന്ന് പറയുമ്പോഴത്തേക്ക് ഈ വള്ളത്തിൽ പണിക്ക് പോകുന്നവരും ഇതിൻ്റെ മുതലാളിമാരും എല്ലാവരും ചേർന്നാണ് വല പണിയുന്നത്. വല നന്നാക്കി കഴിയുമ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചോറും കറിയും ശരിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർ വന്ന് കഴിച്ചാൽ മതി. അവരുടെ പണികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ടൈം ആകുമ്പോൾ വന്ന് കഴിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വലപ്പണി കഴിഞ്ഞ് വള്ളം പണിക്ക് പോയതിനു ശേഷം മറ്റൊരു വീഡിയോ കൊണ്ട് പെട്ടെന്ന് വരാം. ഓക്കെ.